ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനൽപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനൽപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ രേവതി തല്ലിയതിന് പ്രതികാരമായിട്ട് ആന്റണി ചെയ്യാൻ പോകുന്നത് സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിക്കുക എന്നതായിരുന്നല്ലേ. എന്നാൽ ആന്റണി ഉദ്ദേശിച്ച രീതി പൂർണ്ണമായും നടന്നില്ല എങ്കിലും ചെറുതായിട്ടാണെങ്കിലും ആന്റണിക്ക് സന്തോഷം നൽകുന്ന കാര്യം അവിടെ സാധിച്ചിട്ടുണ്ടല്ലേ. അതായത് ഈ ഒരു അപകടം മൂലം തന്നെ സച്ചിക്ക് പരിക്കുകളൊന്നും ഏറ്റില്ല എങ്കിലും അതിനേക്കാൾ വലിയൊരു കുഴിയിലേക്കാണല്ലേ സച്ചി ചാടിയിരിക്കുന്നത്. ഈ ഒരു വണ്ടി ചെന്നിരിക്കുന്നത് അരുണിൻ്റെ ബൈക്കിലേക്ക് ആയതുകൊണ്ട് തന്നെയും അരുണ് വീട് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം അരുൺ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അരുൺ തന്നെ മേലുദ്യോഗസ്ഥനോട് പറയുന്നതെന്ന് വെച്ചാൽ സച്ചി മനഃപൂർവ്വം തന്നെ പൂർവ്വവൈരാഗ്യം വെച്ച് തന്നോട് പ്രതികാരം വീട്ടിയതാണെന്നും സച്ചി തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് SIയോടായിട്ട് പറയുന്നത്. അതുപ്രകാരം തന്നെ സച്ചിക്കെതിരെ കേസെടുക്കുകയും സച്ചിയുടെ ലൈസൻസ് 6 മാസം കട്ട് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് അരുൺ തന്നെ മുൻകൈയെടുത്ത് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി സച്ചിയെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നൊരു ആവശ്യവുമായിട്ട് SIയെ കാണാൻ ചെല്ലുന്നത്. എന്നാൽ അതേ നിമിഷം തന്നെയാണ് നമ്മുടെ സച്ചിയുടെ വണ്ടി ഓടിച്ച് അപകടം പറ്റിയ പോലീസ് ഓഫീസർ മറ്റൊരാളായിട്ട് പറയുന്നത് അരുണിൻ്റെ വാശിയുടെ പുറത്താണ് ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത്. ആ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് അരുൺ സാറിന് അറിയാൻ പാടില്ല, പക്ഷേ സാറ് മനഃപൂർവ്വം തന്നെ അയാളെ കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഇരിക്കുന്ന രേവതി സച്ചിയുടെ ഭാര്യയാണ് എന്നറിയാതായിട്ട് ഇരുവരും സംസാരിക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കണ്ടതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്ത് ചെയ്യുന്നത് ആന്റണി ആണെങ്കിലും ഇതിനെല്ലാം ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ശ്രുതിയാണല്ലേ. ആ ശ്രുതിക്ക് 8ന്റെ പണി കിട്ടുന്ന ഒരു ഭാഗം വരെ ആന്റണിയുടെ കയ്യിൽ നിന്ന് തന്നെ 8ന്റെ പണി നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് പോയി കാണണം. അതുമാത്രമല്ല ഇതിന് ശേഷം നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരവും കൂടിയിട്ട് ചന്ദ്രയും ശ്രുതിയും എല്ലാവരും തന്നെ അറിയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നിലവിലെ ശ്രുതിയും തമ്മിൽ പിണക്കത്തിലാണല്ലേ. എന്നാൽ ഈ പിണക്കം മാറ്റുന്നതിന് വേണ്ടി ശ്രുതി പലതവണകളായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രയുടെ നിർബന്ധവും മാത്രമല്ല ശ്രുതിയുടെ ദേഷ്യവും എല്ലാം കൂടിച്ചേർന്ന് ഇതെല്ലാം തന്നെ എന്തൊക്കെ പ്ലാനിങ് നമ്മുടെ ശ്രുതി ഇടുന്നുണ്ടോ അതെല്ലാം തന്നെ വെറുതെ ആയി പോവുകയാണ്. എന്നാൽ അവസാനം കൈ പ്രയോഗം എന്ന രീതിക്ക് ശ്രുതി താൻ ഗർഭിണിയാണെന്നും പറഞ്ഞൊരു കള്ളക്കഥയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര ആ ഒരു കള്ളത്തരം പൊളിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് അച്ചമ്മ രംഗത്തേക്ക് വരികയും അച്ചമ്മ തന്നെ മുൻകൈ എടുത്ത് ശ്രുതിയുടെയും ഈ ഒരു പിണക്കം മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. ഇവരുടെ ഇടയ്ക്കുള്ള പിണക്കം മാറ്റിയെന്ന് പറയാൻ പറ്റുകയില്ല, ശ്രുതിനെ തിരികെ വീട്ടിലേക്ക് ഏറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ഇടയ്ക്കുള്ള ഒരു പിണക്കവും മാത്രമല്ല ചന്ദ്ര ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമില്ല, നമ്മുടെ ശ്രുതിയുടെ മറ്റൊരു കള്ളത്തരം കൂടി അച്ചമ്മ മുഖേന തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ശ്രുതിയുടെ പേരിലുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ അത് നിലവിൽ ശ്രുതിയുടെ പേരിലല്ല എന്നും മറ്റൊരാളാണ് അതിൻ്റെ ഓണറെന്നും ചന്ദ്രയ്ക്കോ ശ്രുതിക്കോ ആ ഒരു ബ്യൂട്ടി പാർലറിൽ യാതൊരുവിധ അവകാശവുമില്ല എന്നുള്ള സത്യങ്ങളെല്ലാം തന്നെ ശ്രുതി പറയുന്നുണ്ട്. അതും നമ്മുടെ അച്ചമ്മയുടെ നിർബന്ധപ്രകാരം തന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അച്ചമ്മേനെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എല്ലാവരോടും തുറന്നു പറയണമെന്ന് പറയുന്ന സമയത്താണ് കേട്ടോ ശ്രുതി ഒരു കാര്യം പറയുന്നത്. എന്നാൽ താൻ മുന്നേ വിവാഹം കഴിച്ചുവെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രുതി പറയുന്നില്ല എങ്കിലും ബാക്കി എല്ലാ സത്യങ്ങളും ശ്രുതി അവിടെ തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രുതിയുടെയും ചന്ദ്രയുടെ ദേഷ്യം ഇരച്ചു വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ചന്ദ്ര നല്ല രീതിയിൽ തന്നെ ശ്രുതിയെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.